യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താടാ അമ്മേ, ഈ പുരാണത്തിലെങ്ങാനും ഉണ്ടോ എന്നെ പോലൊരു കഥാപാത്രം? ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട്, ഒരുതരം ആത്മനിന്ദ. ഡാ മോനെ, പുച്ഛം തോന്നുകയല്ല വേണ്ടത്, രസം തോന്നണം. പുരാണങ്ങളിലെ രസച്ചരടുകൾ തന്നെ നീ ഈ പറഞ്ഞതുപോലുള്ള കഥാപാത്രങ്ങളാ. അതുപോട്ടെ, ദർശന സുൽഭത്തിനെ കണ്ട് പവിത്രനെ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ധാരണയാക്കിയോ? അതോ സുൽഭത്ത് വഴങ്ങിയില്ലേ? ധാരണയാക്കിയമ്മേ. ഈ സുൽഭത്ത് അമ്മാവൻ പോലീസിന്റെ സഹായം കിട്ടിയിട്ടുള്ളവളാ. അതുകൊണ്ട് പവിത്രൻ സാറിനെ കേസിൽ നിന്ന് ഒഴിവാക്കാന്ന് സമ്മതിച്ചു. ദർശന സുൽഭത്തിനെ കണ്ടത് പവിത്രനെ വീണ്ടും ജയിലിലാക്കാനാണെന്നല്ലേ ഗിരിജയുടെ വിചാരം? അതെ, മറിച്ചാണെന്ന് സുൽഭത്ത് നേരിട്ട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. അതാണ് ആ കഥാപാത്രം. നല്ലതാ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ ഈ അവസരം പരമാവധി മുതലാക്കണം. ആർക്കും സംശയം തോന്നാത്ത വിധത്തില് തന്ത്രപരമായി അവരോട് പെരുമാറണം. ഇരുഭാഗത്തു നിന്നും നമുക്ക് വേണ്ടതൊക്കെ ഊറ്റിയെടുക്കണം. ഗിരിജയ്ക്ക് വേണ്ടി ദർശനയെ തകർക്കാൻ ഒളിഞ്ഞും മറഞ്ഞും നീ കൂട്ടുനിൽക്കണം. അമ്മ ഇങ്ങനെ പിന്നിൽ നിന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്താൽ പോരാ, അതാർക്കും പറ്റും. മുന്നിലേക്ക് ഇറങ്ങണം. മോനെ, എന്നും പിന്നിൽ നിന്നുള്ള കയ്യടിയാണ് വിജയങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. ഗിരിജയുടെ ആർത്തിയാ എൻഫോഴ്സ്മെന്റ് നാടകം പൊളിച്ചത്. ചില നായ്ക്കൾ നടുക്കടലിലാണെങ്കിലും നക്കിയെ കുടിക്കൂ എന്നതിന്റെ തെളിവാ അത്. ഏതായാലും പവിത്രൻ കേസിൽ നിന്ന് രക്ഷപ്പെടും. അതിന്റെ പിന്നിലും നിന്റെ സമയോചിതമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്ന് ഗിരിജയ്ക്ക് തോന്നണം. എങ്കിലേ അവളിൽ നിന്ന് മുതലാക്കിയെടുക്കാൻ പറ്റൂ. അത് ഞാൻ ഏറ്റമ്മേ. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ മാത്രം വിചാരിച്ചാൽ നടന്നെന്ന് വരില്ല. അതൊക്കെ നടക്കും. അമ്മ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തുള്ളൊരു വലിയൊരു പ്ലാൻ. അതെന്താമ്മേ അത്ര വലിയൊരു പ്ലാൻ? അല്ല, അറിയാനൊരു കൗതുകം. അതെല്ലാം സമയമാകുമ്പോ നീ കണ്ടു മനസ്സിലാക്കിയാ മതി. താക്കോലേ ബോസേ, വാ. അമ്മേ, ദേ താക്കോല്. എടാ, അവന്മാരെ നിന്നെ എന്തേലും ചെയ്തോ? ഏയ്, എനിക്കിവിടെ പരമസുഖമായിരുന്നു. നീ ഒന്നും ഒളിച്ചു വെക്കണ്ട. വക്കീൽ എന്നോടെല്ലാം പറഞ്ഞു. അവര് നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അല്ലേ? താക്കോലെ എപ്പോ എത്തി? ഇപ്പൊ ഒന്നേ ഉള്ളൂ. താക്കോലെ, ഗീതമ്മ, ഇയാളെ അവര് നല്ലതുപോലെ പെരുമാറി. രാത്രി ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല. ഏയ്, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല അമ്മേ. എന്തായാലും ഈ വീടിനും എന്റെ ബോസിന് വേണ്ടിട്ടല്ലേ.
ഇതല്ല, ഇതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. കേട്ടില്ല അമ്മ ഇവൻ പറയുന്ന. എടാ ഞാൻ നിന്നെ കാണാതെ എത്ര വിഷമിച്ചു എന്നറിയോടാ. ബോസ് വിചാരിക്കുന്നത് പോലെ എനിക്കവിടെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നോട് സ്നേഹത്തോടെ തന്നെ പെരുമാറിയത്. അവര് തന്ന സ്നേഹം നിന്റെ മുഖത്ത് നല്ലതുപോലെ അറിയാനുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല അമ്മേ. ആരുമില്ലാത്ത എനിക്ക് അഭയം തന്ന വീടാണിത്. എനിക്ക് വിശന്നപ്പോഴൊക്കെ ആഹാരം നൽകിയത് ഈ വീടാണ്. എൻ്റെ അമ്മയും അച്ഛനെയും കണ്ട ഓർമ്മ എനിക്കില്ല. ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, വിശന്ന് വലഞ്ഞ് ഞാൻ ഈ വീടിൻ്റെ മുമ്പിലെ മുറ്റത്ത് കയറി വരുമ്പോൾ എന്നോട് ആദ്യമായി അമ്മ ചോദിച്ചത്, നീ എന്തെങ്കിലും കഴിച്ചോ മോനെ എന്ന്. അന്ന് ആ അമ്മ വിളമ്പി തന്ന ചോറിന്റെ രുചി ഇന്നും എൻ്റെ നാവിലുണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ ബലത്തിലാ ഇത്രയും കാലം ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. എന്റെ മനസ്സിലുറച്ച അമ്മയുടെ രൂപം ഈ അമ്മയുടേത് തന്നെയാ. കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എനിക്ക് തന്ന പരിഗണന, ഈ കാലം ഞാൻ അനുഭവിച്ച സുരക്ഷിതത്വം, ഇതിനൊക്കെ ഞാനാ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ നിങ്ങളാരും എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാ എന്നോട് അമ്മ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അത് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ശരീരം ഇവിടത്തെ ചോറ. ഇത് മാത്രമല്ല, ഇനിയും ഇതുപോലെ എന്തും ഞാൻ ചെയ്യും. എടാ നീ വന്നേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ വാ വാ. ദർശന മേഡം സുൽഭത്തിനെ പോയി കണ്ടതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയും വേഗം നടന്നത്. പവിത്രന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ വക്കീലെ? പവിത്ര സാറിന്റെ കാര്യത്തിൽ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. അതിനു വേണ്ടതെല്ലാം ദർശന മേഡം ചെയ്തിരുന്നു. ഇനി അന്വേഷണമെന്നും പറഞ്ഞ് ഒരാളും ഈ വീടിന്റെ പടി കടന്നു വരില്ല. പോരെ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി, ഓക്കെ. നിന്നെപ്പോലൊരു മരുമകളെ കിട്ടിയത് ഈ വീടിന്റെ ഭാഗ്യമാ. നീ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും ഈ കേസിൽ പെട്ടുപോയേനെ. ഞങ്ങളെല്ലാവരും നിന്നോട് കടപ്പെട്ടിരിക്കുക. അമ്മേ, ഇതില് കടപ്പാടിന്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയല്ലേ? അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു. അതില് എല്ലാവർക്കും ബുദ്ധിമുട്ടും ഉണ്ടായി. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചു. സുൽഭത്തിനെ പോയി കണ്ടു, സംസാരിച്ചു. അതിനപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ദർശന പറഞ്ഞതാ ശരി. ഇതൊക്കെ ശരിക്കും ഇവളുടെ കടമ തന്നെയാ. രഞ്ജിനി, നീ ഈ വീട്ടിൽ വന്നിട്ട് എത്ര വർഷമായി? നിനക്ക് ഈ വീടിനോട് ഒരു കടമയില്ലായിരുന്നോ? ദർശന ചെയ്തതുപോലെ ധൈര്യപൂർവ്വം എന്തെങ്കിലും ചെയ്യാൻ നിനക്കെന്താ കഴിയാതെ പോയത്?